ചങ്ങായിമാരെ, ഈ ഒരു വീഡിയോയിലുള്ളതായിരുന്നു നമ്മുടെ സാബിർ താത്ത. ഈ ഒരു വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ, ഫുള്ളായിട്ട് കേൾക്കണം. കാണുമ്പോൾ ഒരു സങ്കടം തോന്നിപ്പോയി കേട്ടാ. സാബിർ താത്ത ഇപ്പോൾ ഈ അവരെ മകന് നാട്ടിൽ വന്നതിന് ശേഷം നല്ല നല്ല ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലികൾ സാബിർ താത്താനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മുമ്പെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ഉസ്താദന്മാർ സംസാരിച്ച് സാബിർ താത്ത ഇപ്പൊ നല്ല ബ്ലോഗാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇല്ലേ വളരെ സങ്കടം തോന്നിപ്പോയി. എന്താണെന്നല്ലേ, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ട് സാബിർത്ത ചില വാക്കുകൾ പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. എന്നിട്ടായിട്ട് അതിന്റെ ശരിക്കുമുള്ള കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം എന്താണെന്നല്ലേ. നിങ്ങളൊന്ന് കേട്ട ഈ ഒരു വീഡിയോ. വലൈക്കും സലാം. അൽഹംദുലില്ലാ. സാബീത്ത പറയാൻ വേണ്ടി വന്നത് ഹജ്ജിന് പോവുകയാണ്. നമ്മളെല്ലാവരും ഹജ്ജിന് പോകുന്നവരാണ്. ഞാനിവരെ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല. പോകാൻ കഴിയാത്തത് കൊണ്ടല്ല, ഞാനതിന് ശ്രമിച്ചിട്ടില്ല. പിന്നെ നമ്മളെ മനസ്സ് തന്നെയാണെല്ലാം തൗബ. നമ്മളെ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ ചൊരിയും. അല്ലാണ്ട് ഒരു കുറെ ഹജ്ജ് ഉംറയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കുറെ ഹജ്ജ് ഉംറയും ചെയ്ത് പോലെ നടപടിയും പോക്കും വരവുപോലെ നാക്കും പടയും കളവ് പറയലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഹജ്ജിന് പോയി വന്നാൽ നിങ്ങൾക്ക് സ്വർഗാണ്, സ്വർഗം ഉറപ്പാ നിങ്ങൾ പറയും. ഓക്കെ, നമുക്ക് അല്ലാഹു തആല കഴിവുള്ളവർ ഒരു ഹജ്ജ് ചെയ്യണമെന്ന് നിർബന്ധാക്കിയിട്ടുണ്ട്. അതെന്തിനാണ് നിങ്ങൾ അറിയാം നിർബന്ധാക്കിയത്? നമ്മളെ മനസ്സ് ശുദ്ധമാകണം, നമ്മൾ ചെയ്തു പാവങ്ങളെല്ലാം കൈവെക്കണം. അപ്പൊ നമ്മളെ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു തആല നമുക്ക് മക്കയും മദീനയും തൗബയും വെച്ചത്. അല്ലാണ്ട് മക്കത്ത് കഷ്ടപ്പെട്ട് പൊന്നു പണയം വെച്ച് ആധാരം പണയം വെച്ച് കടം വാങ്ങി മക്കത്ത് പോയി കഴിഞ്ഞിങ്ങ് പോന്നാൽ പിന്നെ സ്വർഗമാണെന്നുള്ള ചിന്തയാണ് പലർക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൈമല ദസ്ബിയിട്ട് നടന്നാൽ ആ സ്വർഗം കിട്ടുള്ളൂ എന്നുള്ള ചില ആൾക്കാർക്കുള്ള ബോധമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി വന്ന വിഷയം പിന്നെ ഇതാണ്, ഹജ്ജാണ്, ഹജ്ജിന് പോക്കാണ്. അപ്പം പിന്നെ അങ്ങനെ ഹജ്ജിന് പോയി വന്നവര് പലരും പറയലുണ്ട്, സാബിറ അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി വിവരങ്ങളാണ്. മറ്റൊരുന്തും പറയും, ചവിട്ടും കുത്തും തുപ്പും തിരക്കാണല്ലോ. അപ്പൊ അതിങ്ങനെ പലരും പറയുന്നതിൽ ഞാൻ കേൾക്കലുണ്ട്. പക്ഷേ ഞാന് ഇന്നലെ നമ്മളൊരാൾ പറയുന്ന കേട്ട് മക്കളെ, ഹജ്ജിന് പോകണ്ടേ, പോകുന്നവരൊക്കെ ഒന്ന് കേൾക്കണം. ഈ കൈയും വെച്ചിട്ട്, അതായത് അയാൾക്ക് ഫ്രണ്ടിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ വലിച്ചും ഉണ്ടാക്കിയും ആണ് ഇവർ ഓരോരുത്തരും. ഇന്റൻഷ്യലി അവര് അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ അതങ്ങനെ ആയിപ്പോവും ഓരോരുത്തർക്കും ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്റെ തലന്റെ മോളാണ് ഇയാൾ ഇത്രയും വലിയ കൈ വെച്ചിട്ട് ഇയാൾ അമർത്തി എന്നിലേക്ക് ആ ബലം കൊടുത്തോണ്ട് ഇയാൾ ഫ്രണ്ടിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്റെ കഴുത്തൊക്കെ അങ്ങനെ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റാണ്ട് ഒച്ച മാത്രം പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ വേറൊരു സ്ത്രീ ഇത് കണ്ടിട്ട് ഇയാളുടെ കൈമേ അടിച്ച്, അപ്പോഴാണ് അയാൾക്ക് ബോധം വരുന്നത് ഇയാളുടെ കൈ വേറൊരു ജീവന്റെ പുറത്താണുള്ളത് എന്നുള്ളത്. അടിച്ചിട്ട് കൈ മാറ്റിപ്പിച്ചിട്ടാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. എന്നിട്ടും എനിക്ക് തോന്നി അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാൻ പാടില്ല, എങ്ങനെയെങ്കിലും ജസ്റ്റ് ആ ഒരു ഇത് മാത്രം എനിക്ക് തൊടാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ലോണം സാബിർത്ത ആ വീഡിയോ ഒക്കെ അടിച്ചില്ലേ. അപ്പൊ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ, നമ്മുടെ സൊല്യൂട്ട് ടോക്ക് പറയുന്നതുണ്ടല്ലോ, അവരുടെ കഴുത്തിലേക്ക് വേറൊരാളെ കഴി ഇങ്ങനെ പിടിച്ചതാക്കുന്നുണ്ട് എന്ന്. എന്നിട്ടും അവിടെ ഒരു പോയിന്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ സാബിർത്ത? അവർ പറയുന്നുണ്ട്, അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വേറൊരു ജീവന്റെ ഇതിലാണ് എൻ്റെ കൈ ഉള്ളതെന്ന്. ആ സമയത്താണ്. അപ്പൊ സാബിർത്ത ഇതിനെ പറ്റി ബാക്കി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ വീഡിയോ കേക്ക് വീഡിയോസ് കണ്ട് അതൊന്നും എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. കുറെ കാര്യം പറയണ്ടേ. അപ്പൊ ഈ ഹജ്ജും ഉംറയും പോകുന്നിടത്ത് ഭയങ്കര ജനാണ് നമ്മൾ കാണുന്നല്ല. എന്റെ ഗവൺമെന്റിനോട് ആദ്യമേ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജിന് പോകുന്ന ഒരു നിയന്ത്രണം വെക്കണം. എങ്ങനെ ആളാ, ഈ പ്രാവശ്യം ഇത്ര ആളാ, ഈ മാസം ഇത്ര ആളാ, ഈ മാസം ഇത്ര ആളാ എന്നുള്ള കണക്കുകൾ വെച്ചിട്ട് ആ കണക്കിനുള്ള ആളെ അവിടത്തേക്ക് അയക്കാവും. അപ്പൊ അങ്ങനെയല്ല സാബിർത്ത ചെയ്യുന്നുള്ളത്. ഓരോരോ രാജ്യത്തിനും ഇന്നൊരു കോട്ടയുണ്ട്, ഇന്നൊരു സംഭവമുണ്ട്. എന്നതിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ വിസ കൊടുക്കുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കല്ല എൻ്റെ സാബിർത്താത്ത. ഈ ഒരു കാര്യത്തിനല്ല, നിങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കല്ല എൻ്റെ സാബിർത്താത്ത.
നഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ പ്രായമുള്ള ഉമ്മാനെല്ലാം കൂട്ടിയിട്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. അത് ഹജ്ജ് ചെയ്തിട്ടാണോ തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വിമാനം കയറി മക്കയിലും മദീനത്തുള്ള റൂമിലൊന്ന് പാർപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലത്തേക്ക് ഹജ്ജായല്ലോ കാഴ്ചപ്പാടില്. ഇത്തിരി തിക്കും തിരക്കിലും അങ്ങനെയുള്ള വയസ്സായവരൊന്നും കൊണ്ടുവരാനും പറ്റൂല. തിക്കും തിരക്കിലും ഹജ്ജിന് പോകാൻ വയസ്സായൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷെ സത്യം പറയാന്ന് പറഞ്ഞാല് ഓരോരുത്തർക്ക് ഇങ്ങനെ നമ്മളെ മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട്, പക്ഷെ ഈ സിലു ടോക്സ് ആണ് നമ്മളോട് ശരിക്കും പറഞ്ഞു തന്നത്. ഇത്തിരി എനിക്കിപ്പോ ഹജ്ജിന് പോകുന്ന കാര്യം തന്നെ ഇപ്പം പിന്നെ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമം വന്നുപോയി മക്കൾ. ഇത്തിരി തിക്കിലും തിരക്കിലും പോയിട്ട് സിലു ടോക്സ് എന്തോ 5 മക്കളെ ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നത്. 5-6 മക്കളെ ജില്ലക്ക് എന്തിനാണ് ഇങ്ങനെ പോയിട്ട് തിക്കിലും തിരക്കിലും? ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇത്രയും തിക്കിലും തിരക്കിലും പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൊന്നിട്ടും ശപിച്ചിട്ടും കുത്തിച്ചീച്ചിട്ടും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹജ്ജ് ചെയ്യാനും? എന്ത് സാബിർത്ത എന്താ മക്കളെ, ഞാൻ അനക്ക് ഹജ്ജിന് പോകുന്ന കാര്യം ഇപ്പൊ എനിക്ക് വിഷമം അനക്കാവൂല. ഇങ്ങനെ അനക്കാവൂല തിക്കിലും തിരക്കിലും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഓള് പറഞ്ഞോളൂ. നിങ്ങൾ കണ്ടിക്കണം സിലു ടോക്സ് വീഡിയോസ് കാണാത്തവര് സിലു ടോക്സ് വീഡിയോസ് പോയിട്ട് കാണണം. ഉള്ള അനുഭവങ്ങൾ അവള് പറയുന്നത്. മറ്റുള്ളവർ അത്ര അനുഭവം പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അതൊന്നും പറയൂല. അതുകൊണ്ട് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇങ്ങനെ തെങ്ങി നിറച്ചിട്ടാണ് അങ്ങോട്ട് അയക്കല്ല. ഓരോ മാസം ഇത്ര ആളാ പറഞ്ഞിട്ട് അയക്കണം. കാരണം വെച്ചാൽ കൊല്ലം കഴിയുന്നോട് ഹജ്ജിന് പോക്കാണ് കൂടുകയാണ് ഹജ്ജിനും ഉറച്ചു. കാരണം വെച്ചാൽ ഇത് തൗബ ചെയ്യാനോ എന്റെ പാവങ്ങളൊന്ന് പുറത്ത് കിട്ടണേ പഠിച്ചവനെ, എനിക്ക് സ്വർഗം കിട്ടണേ പഠിച്ചവനെ എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ ഏതെങ്കിലും 1-2 പോകുന്നു. പൊന്ന് പണം നമ്മൾ കണ്ടിട്ട് തന്നെ പൊന്ന് പണം വെച്ചിട്ട്, ആധാർ പണം വെച്ചിട്ട്, കടം വാങ്ങിയിട്ട് പൊന്ന് പോകുന്ന ആളെ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് വെക്കൂല, വേറെ ആളെ കൊണ്ട് പണയം വെപ്പിക്കുക. ഇപ്പൊ പോയി വന്നാലോ മനുഷ്യ പോലെയല്ലേ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ കാണാൻ മുത്തുമണികളെ ഇങ്ങനെ കാഴ്ചപ്പാടിൽ ഹജ്ജിന് പോകുന്നു. ഓൾ ഹജ്ജിന് പോയി, ഓളങ്ങോട്ട് പോയി അല്ലേ? പൊന്ന് പണയം വെച്ചിട്ട് പോകുന്ന വ്യക്തിയെ കൊണ്ട് വെക്കാണ്ട് വേറെ ആളെ കൊണ്ട് വെപ്പിച്ചിട്ട് ഇതല്ലേ നമ്മൾ. പിന്നെ കൂലി പിടിപ്പിച്ച പൈസ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞാൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ടൂറിന് പോകും പോലെയാണ് ഉമ്രക്ക് പോകുന്ന ഹജ്ജിനും. പക്ഷെ പോട്ടെ ഒരാഗ്രഹമല്ലേ, പോട്ടെ ആഗ്രഹം കൊണ്ട് പോലെ എനിക്കൊന്ന് മക്ക കാണിക്കണേ, മദീന കാണിക്കണേ എന്നുള്ളതേ ചിന്തമുള്ളൂ. നമ്മളെല്ലാം പറയാ പഠിച്ചവരെ ഇതുമായി പാവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു രൂപ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ ഭൂരിപക്ഷം ആളും പോലെ മക്കയെ മദീനൊന്ന് കാണിക്കണേ പഠിച്ചവരെ കാണാനും. കാരണം വെച്ചാൽ അവിടെ നമ്മള് ബീഗാലാൻഡ് പോണേനും, ഒന്ന് ബട്ടർഫ്ലൈ പോണേനും, ഒന്ന് മണാലി പോകണേനും, ഒന്ന് വിസ്മയത്തിൽ പോകണേനും നമ്മൾ ചിന്തിക്കില്ല. അതേപോലത്തെ ചിന്തയാണ്. അല്ലാണ്ട് എന്റെ പാവങ്ങളൊന്ന് പാവങ്ങൾ പുറത്തു വരാൻ പറഞ്ഞ ആളതിന് പാവങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരും പറയാ, മക്കളെ പാവങ്ങൾ ചെയ്യാത്ത ഭൂമിയിൽ ഒരു ഇൻസ് പോലും കേട്ടോ. അവിടുങ്ങൾ വലിയ പുണ്യാളവൻ ആരെന്ന് ചമ്മിക്കുന്നത് ഇങ്ങോട്ട് വരത്താം കേട്ടാ. എല്ലാവരും അങ്ങനെ നിങ്ങൾ പൊന്നു പണം വെക്കുന്നോലെ, ആധാരം പണം വെക്കുന്നോലെ, പിന്നെ കുട്ടികളെ പേരെടുക്കുന്നോലെ, കുട്ടികൾ ജോലി കയറ്റുന്നോലെ എന്ന് പറയേണ്ട ഓരോ ദിവസവും നിങ്ങളെല്ലാവരും ചെയ്യുന്ന തെറ്റ് എല്ലാവരും മുന്നേ വളർത്താൻ. നമ്മളെ തെറ്റുകൾ പാവങ്ങൾ പുറത്തു തരാൻ വേണ്ടി നമ്മൾ മനസ്സിൽ കരുതിയാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നത്. അല്ലാണ്ട് അവിടെ കാണാനല്ല. പിന്നെ അവിടെ പോയാൽ തീർക്കും. ഞാനതിനാദ്യം സിലു ടോക്സ് നിങ്ങൾ കേട്ടു മക്കളെ എപ്പോഴും പറയുന്നത് അത്രയും ജനം ഉണ്ട്. അതെന്നോട് എൻ്റെ പിന്നെ പോയി വന്നവരെ എന്നോട് പറയട്ടെ ആദ്യം അത്രയും ഓരോരുത്തർ മുന്തിയും ചത്തില്ലേ, ഓരോരുത്തർ വീണാലും വരെ ആരും എടുക്കൂല. കൊന്നിട്ടും ഒരുത്തർ ചട്ടി കുത്തിച്ച് ചോർക്കട്ടിൽ കഴുത്തലും തെക്കീറ്റ് ഇതാണോ ഹജ്ജ്? ഒരാളെ പാവം താണ്ടിയിട്ടാണോ ഹജ്ജ്? ഒരാളെ കൊന്നിട്ടാണോ ഹജ്ജ്? എനക്കറിവില്ലാത്തത് കൊണ്ട് എന്നോട് ചോദിക്കും. നിങ്ങളൊന്ന് മറുപടി എന്തെങ്കിലും ഏതെങ്കിലും വേളന്മാരെ കമന്റ്, ഏതെങ്കിലും വേളന്മാരെ കമന്റ് നോക്കാം. നമുക്ക് ഹജ്ജ് വെച്ചിട്ട് അതെന്തിനാണ്? അതുകൊണ്ട് ഗവൺമെന്റ് ആദ്യം ഇത് ഗവൺമെന്റ് ഒന്ന് അംഗീകരിക്കണം. ഗവൺമെന്റ് ഒന്ന് ഇങ്ങനെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. കാരണം ഓരോ മാസം ഇത്ര ആളെന്നൊരു കണക്കെടുക്കണം. അവിടെ ഇത്ര തിങ്ങി നിറയുന്നതാണ് മരണം സംഭവിക്കുന്നത്. സിലു ടോക്സിനെ കഴുത്ത് ആ ഞരമ്പിന്റെ മുകളിൽ കഴുത്ത് കുത്തിപ്പിടിച്ച് വേറൊരു വ്യക്തി ആ കൈ
സാബിർത്താത്ത പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ചെയ്യുമ്പോയില്ലേ, ആ മക്കയിൽ പോകുമ്പോ, ആ മദീനയിൽ പോകുമ്പോ ഇല്ലേ സാബിർത്താത്ത, നമുക്ക് വികാരമൊന്നും ഉണ്ടായില്ല സാബിർത്താത്ത. എത്രയോ ദൂരത്തു തന്നെ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ കാണുമ്പോ ഇല്ലേ, അറിയാണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകും സാബിർത്താത്ത. പക്ഷേ അവിടെ എത്തുമ്പോ ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു വികാരമോ ഒരു കാര്യങ്ങളും ഉണ്ടായില്ല സാബിർത്താത്ത. നമ്മൾ ഡയറക്റ്റ് അള്ളാഹുവിനെ കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ സാബിർത്താത്ത? നിങ്ങൾ പറയാം അവിടെ തിരക്ക്, അതാണ് ചെങ്ക് പിടിക്കുക. പിന്നെ ഒരു കാര്യം അതില് സുലൂട്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കഴുത്തിന്റെ മുകളിൽ ഒരാളെ കൈവച്ച് ഇങ്ങനെ അമർത്തുന്നുണ്ട്. ആ സമയത്ത് വേറൊരു സ്ത്രീ വന്ന് തെറിപ്പിച്ച് ആ മനുഷ്യന്റെ കയ്യിന്ന്. അപ്പോഴാണ് ആ മനുഷ്യന് അറിഞ്ഞത് എന്താണ്, എൻ്റെ കൈകൾ ഉള്ളത് വേറൊരു ജീവന്റെ മുകളിലാണെന്ന്. അപ്പോഴാണ് ആ മനുഷ്യൻ അറിഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ സുലൂട്ട് ടോക്ക് വരെ സംസാരിക്കുന്നുണ്ടെന്നാ. അവിടെ എല്ലാവരും അള്ളാഹുവിൽ ആരാധിച്ചു കൊണ്ടാണ് ആ കഅബയെ പിടിച്ചതാക്കുന്നുള്ളത്. അപ്പൊ അവിടെ നമ്മളെ ചിന്ത പോകുന്നില്ല, നമ്മളൊരു മനുഷ്യന്റെ മുകളിലാണ് കൈയെന്നും, നമ്മളൊരു മനുഷ്യനെയാണ് തട്ടുന്നുണ്ടെന്ന്, അല്ലാണ്ട് നമ്മളൊരു സ്ത്രീയാണ് തട്ടുന്നത് നമുക്ക് അവിടെ തോന്നി വരുന്നില്ല സാബിർത്ത. നമ്മൾ ചെയ്തു പോയ തെറ്റുകളും നമ്മൾക്ക് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്ക് ഖൈറും ബർക്കത്തും കിട്ടാനും വേണ്ടിയിട്ടും, നമ്മളെല്ലാ ദോഷങ്ങളും പുറത്തു തരാനും വേണ്ടിയിട്ടും അള്ളാഹുവിനോട് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെല്ലുന്നത്. ആ പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് സാബിർത്താത്ത. ചിലപ്പോ ഞാൻ ഇവിടെ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം. ആ തെറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പ് ചോദിക്കാനും വേണ്ടിയിട്ടാണ് നാടെ എത്തിയിട്ടുള്ളത്. അള്ളാഹ് എനിക്ക് നീ മാപ്പാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യോ സാബിർത്താത്ത? ചെയ്യോ? പിന്നെ സാബിർത്താത്ത പറയുന്നുണ്ട്, എനിക്ക് അവിടെ പോവാൻ തന്നെ താന്ന്. അപ്പൊ നിങ്ങളെ മാത്രം ഒരു ഫ്ലൈറ്റ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഹജ്ജ് ചെയ്തിട്ടായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനാണോ നിങ്ങൾ പറയുന്നുള്ള സാബിർത്താത്ത? ആ രാജ്യത്ത് ഹജ്ജ് ചെയ്യാൻ ഇത്ര ഗവൺമെന്റ് ഓരോ രാജ്യത്തിനും കൊടുത്തിട്ടുണ്ട്, ഇത്ര കോട്ടയെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് എല്ലാരും കൊണ്ടുപോകുന്നതല്ല സാബിർത്താത്ത. സൗദിയിൽ ഉണ്ട് ആൾക്ക് തന്നെ ഹജ്ജ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഇത് കൊടുക്കുന്നില്ല. അതിനും അപ്ലൈ ചെയ്യണം. സാബിർത്ത എന്നിട്ടായിട്ട് പറയുന്നു, എനിക്ക് ഹജ്ജ് ചെയ്യാൻ എന്നെ ദാന്ന്. എന്ത് ഒരുപാട് ആളുകളുണ്ട് സാബിർത്താത്ത പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉംറയും ചെയ്യാനും വേണ്ടിയിട്ട് പണമുള്ളവർക്ക് പോലും ഭാഗ്യം കിട്ടാതെ കരഞ്ഞുകൊണ്ട് അവര് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് നീ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ട് സാബിർത്താത്ത? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ട ആണ്ടനെയും ആപ്പനെയും ഉപ്പനെയും ഒന്നും അവിടത്തേക്ക് എത്തിക്കില്ല. അള്ളാഹു ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവര് മാത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുള്ളത് സാബിർത്താത്ത. നിങ്ങളെ കയ്യിൽ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ ഉംറ ചെയ്യാൻ പോയിട്ടുണ്ട് സാബിർത്താത്ത. അത് എപ്പോന്നറിയോ? പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം ഉംറ ചെയ്യുന്നുണ്ട്. അവിടുത്തെ തെക്കും തിരക്കും എത്രയാണെന്ന് അറിയല്ലോ. അപ്പൊ ആ സമയത്തില്ലേ ഈ കഅബനെ പിടിക്കുമ്പോ ഹജറുൽ അസ്വദിനെ പിടിക്കാൻ മുത്താനും വേണ്ടിയിട്ട് പോകുമ്പോ തിരക്ക് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള തിരക്കാന്ന്. പക്ഷെ അവിടെ നമ്മളെ ചിന്തകളെല്ലാം അള്ളാഹുവിലേക്കാണ് സാബിർത്താത്ത. നമ്മൾ അവിടെ ഒരു തെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, തെറ്റിലേക്ക് നമ്മൾ പോയില്ല. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. പിന്നെ സാബിർത്താത്ത പറയുന്നുണ്ട്, കണ്ട ആണ്ടനും ഊപ്പനൊന്നും ബോളം മാറുന്ന ഇങ്ങനത്തെ കമന്റ് ഇടണ്ടാന്ന്. സാബിർത്താത്ത നിങ്ങളൊക്കെ കമന്റ് ഇടുന്നതല്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ പള്ളിയിലുള്ള ഒരു ഉസ്താദിനോടെങ്കിലും നിങ്ങൾ ചോദിക്കണം ഹജ്ജിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം. ഹജ്ജിനെ പറ്റിയിട്ട് ഇങ്ങനെ ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, എന്താണ് അവിടുത്തെ ഇത് എന്ന് ചോദിക്കണം സാബിർത്താത്ത. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് വീഡിയോ ഇടുള്ളതല്ല. ഞാൻ പോകുന്നില്ല, ഞാൻ എന്തേനെ പറയുന്നത്. ദുനിയാവിൽ എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പുറത്ത് തരുന്നവനും നമ്മളെ റബ്ബാണ്, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സാബിർത്ത, നിങ്ങൾ ഈ ഒരു കാര്യം എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സാബിർത്താന്റെ വീഡിയോ പോയിട്ട് നിങ്ങളൊന്ന് കാണണം കേട്ടോ. കണ്ടിട്ടായിട്ട് നിങ്ങളുടെ അഭിപ്രായം സാബിർത്താനോട് നല്ല രീതിയിൽ പറയണം.
സാബിർത്ത മുമ്പ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മകൻ നാട്ടിൽ വന്നതിന് ശേഷം മാഷാ അല്ലാഹ് നല്ല വീഡിയോകളാണ് സാബിർത്ത നിന്ന് ഫാമിലിയുമായിട്ട് നോക്കാൻ പറ്റുന്ന വീഡിയോകളാണ് സാബിർത്ത ചെയ്യുന്നുള്ളത്. എന്നാൽ ഇനിയും നല്ല വീഡിയോ ചെയ്യാനുള്ള ദീർഘായുസ്സ് ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിർത്താക്കും നമുക്ക് എല്ലാവർക്കും തെറ്റെന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അതല്ല വിഷയം. എൻ്റെ ഈ വീഡിയോ കാണുന്ന പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ പോയിട്ട് സാബിർത്താത്താൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ ശരിക്കും സാബിർത്താൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല എൻ്റെ സാബിർത്താത്ത. ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇല്ല, ഞാൻ ഫുള്ള് പ്ലേ ചെയ്തിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിപ്പോയി. കാരണം വെച്ചാൽ സാബിർത്ത ഈ ഒരു വാക്ക് പറയുന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സുലൂ ടോക്കിന് നിങ്ങളിട്ട വീഡിയോയിൽ സുലൂ ടോക്ക് നല്ല കാര്യങ്ങളാണ് പറയുന്നില്ല. അതിൽ സുലൂ ടോക്ക് ഒരു കാര്യങ്ങൾ വേണ്ടാത്ത പറയുന്നില്ല. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ആ മനുഷ്യനും ചിന്തിച്ചു പോയി ഞാനുള്ളത് വേറൊരാളെ ഇതിന്റെ ഇതിലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ മനുഷ്യനും ചിന്തകൾ അല്ലാഹുവിലേക്കാണ്. സാബിർത്ത ഒരുപാട് ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ച്, എന്നാലും ഒരുപാട് വേർത്തുപോയി ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചിട്ട്. എന്നിരുന്നാലും എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സാബിർത്താത്താനെ വീഡിയോ പോയിട്ട് കാണണം. ഇൻഷാ അല്ലാഹ് ഇനിയും താത്താക്ക് നല്ല വീഡിയോ ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പൊ സാബിർത്ത, നിങ്ങളാ പറഞ്ഞ സങ്കടമായത് കൊണ്ട് സാബിർത്ത നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട